ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സന്ദർഭമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പല ഭാഗങ്ങളും കേൾക്കുവാൻ ഇടയായി തീർന്നു. നമ്മൾ ഇപ്പോൾ കേട്ടത്, അവർ തങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു, തങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത ഭൂമിയിൽ നിൽക്കുന്നു, തൂക്കിക്കൊടുക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നോഹയുടെ കാലം പോലെയുള്ള ഒരു കാലം വരും. നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്ന പ്രത്യേകത, നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്ന പ്രത്യേകതയെക്കുറിച്ച് പലരും പല ചിത്രീകരണങ്ങളുണ്ട്. ദേശം വ്യഭിചാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ലോകം മുഴുവൻ അക്രമം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ തമ്മിലുള്ള യുദ്ധങ്ങളും വെട്ടും കൊലയും അപമാനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് ലോകം നിറഞ്ഞു വന്നു. നമ്മള് ഒന്ന് പഠിച്ചു നോക്കണം, ഈ കാലത്തായിട്ട് എന്നാ വ്യത്യാസം? ഈ കാലവും നോഹയുടെ കാലമായിട്ട് എന്നാ വ്യത്യാസം? അന്നുണ്ടായിരുന്ന പോലെ തന്നെ ഇന്നും ഉണ്ട്. അന്നത്തെ പ്രശ്നങ്ങൾ തന്നെ ഇന്നും പ്രശ്നം. എളിയവർ പീഡിപ്പിക്കപ്പെടും, സാധുക്കൾ കഷ്ടം അനുഭവിക്കും, സാധാരണക്കാർ, ഇതൊന്നും അറിയാത്തവർ, നിരപരാധികൾ നശിക്കുന്നു. ഇതൊക്കെ ഇന്നും നടക്കുന്നുണ്ട്, അന്നും നടക്കുന്നുണ്ട്. എന്നാൽ ദൈവം നോക്കിയത് എവിടെ? അവിടെയാണ് നമ്മൾ നോക്കുന്നത്. ദൈവം നോക്കിയപ്പോൾ ഭൂമിയിൽ മുഴുവനും എല്ലാവരും ഇപ്പോൾ ഭൂമിയുടെ 1000 കോടി ജനം ഉണ്ടെങ്കിൽ 1000 കോടി ജനവും അങ്ങോട്ടും ഇങ്ങോട്ടും വാളും കുന്തവും ദോഷം ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ഭ്രാന്താലയം പോലെയാവും. അങ്ങനെയല്ല, ദൈവം നോക്കിയത് മനുഷ്യന്റെ വഴിയാണ്. 1000 കോടി മനുഷ്യർ അന്നുണ്ടായിരുന്നെങ്കിൽ, 2000 കോടി മനുഷ്യർ അന്നുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ വഴി ആണ് ദൈവം നോക്കിയത്, അവരുടെ മറ്റ് ജീവിതത്തിലുള്ള പ്രവൃത്തികളല്ല. അത് നോക്കിയപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, സകല ജനവും തങ്ങളുടെ വഴി വഷളാക്കിയിരിക്കുന്നു. വഴി വഷളാക്കി എന്ന് പറഞ്ഞാൽ, വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരേ ലക്ഷ്യമുണ്ട്. എല്ലാ മനുഷ്യർക്കും ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ. എന്നാൽ അത് സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള വഴി എന്താ? അതിനും അവർക്കൊരു വഴിയുണ്ട്. ഈ വഴിയാണ് പ്രശ്നം. ഈ വഴി നോക്കിയപ്പോൾ അക്രമത്തിൽ കൂടി ഇത് പ്രാപിച്ചെടുക്കണം എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലിരിക്കുന്നത്. രാവിലെ വരെ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ 1000 രൂപ കിട്ടും. രാവിലെ വരെ ഓരോരുത്തരെ ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും മോഷണത്തിന് പോയി കഴിഞ്ഞാൽ, പിടിച്ചുപറിക്ക് പോയി കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും. അപ്പോൾ മനുഷ്യൻ എടുക്കുമ്പോ നമുക്കിപ്പോ കാര്യം നടക്കണം, അതിപ്പോ ഏത് വഴിയായാലും കുഴപ്പമില്ല, അങ്ങനെ തിരിയുന്നു. എന്നാൽ ദൈവത്തെ ഭക്തന്റെ വഴി അങ്ങനെയല്ല. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് നിരക്കുന്നതായ കാര്യങ്ങൾ മതി, അത് അല്പമായാൽ അത് മതി. അവൻ തിരഞ്ഞെടുക്കുന്ന വഴി അതാണ്. അതാണ് നീതിമാന്റെ വഴി, അത് ശാശ്വതമാണ്. ഇങ്ങനെ നോക്കിയപ്പോൾ വഴിയൊന്നുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന വഴി, ഈ വഴിയിൽ കൂടി ചിന്തിക്കുന്ന മനുഷ്യർ ഇല്ലാതെ വന്നാൽ എന്ന സ്ഥിതി എന്നാണെന്നറിയോ? അതൊന്ന് ധ്യാനിക്കണം. ഇപ്പൊ ഈ ചെറിയൊരു ദേശമാണ് ഈ എടക്കട്ടൂർ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലുള്ളവർ മുഴുവൻ, അല്ലെങ്കിൽ ഈ എറണാകുളം ജില്ലയിലുള്ളവർ മുഴുവനും തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് തെറ്റായ വഴി സ്വീകരിക്കാന്നിരിക്കട്ടെ, ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിനെക്കുറിച്ച് അത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും. അപ്പൊ ഏത് മനുഷ്യനും അവൻ നടക്കുന്നത്, ഹൃദയത്തെ നോക്കുന്നത്, ദൈവം നോക്കുമ്പോൾ കാണുന്നത് ഏത് മനുഷ്യനും അക്രമത്തിലേക്കാണ്. ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ അവർ ഹൃദയം കൊണ്ട് ദുഷ്ടത പ്രവർത്തിക്കും, ഭൂമിയിൽ തങ്ങളുടെ കൈകൾ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കും. ഇങ്ങനെ വന്നപ്പോഴാണ് ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും, അവർക്കെല്ലാവർക്കും ചിലർക്ക് നല്ല ഉദ്ദേശമുണ്ട്, ചിലർക്ക് ചീത്ത ഉദ്ദേശമുണ്ട്. പക്ഷെ അത് നേടിയെടുക്കാനുള്ള വഴി നോക്കിയപ്പോൾ ഒരാൾക്ക് പോലും ദൈവത്തിന്റെ വഴിയില്ല. ദൈവം അനുവദിച്ചിരിക്കുന്നതും ദൈവത്തിന്റെ പ്രമാണത്തിലുള്ള വഴിയില്ല. എല്ലാവർക്കും സ്വന്തം വഴിയുണ്ട്. അത്
വഷളായ വഴി കാണുന്നത്. ഇങ്ങനെയാണ് ഇവരെ ആരും നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കർത്താവ് ന്യായം വിധിച്ച് അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞത്. ഇന്ന് ദൈവം നമ്മെ പഠിപ്പിച്ചത് ഇതാണ്. ദൈവസഭയിലേക്ക് നമ്മൾ കൂടി വന്നിരിക്കുന്നു. നമുക്കിന്ന് ആത്മീയമായ ലക്ഷ്യം മാത്രമല്ല, ഭൗതികമായ ലക്ഷ്യമുണ്ട്. ജീവിച്ചു പോണം. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോണം. വെറുതെ നമ്മൾ പോവില്ല. നമ്മുടെ പിള്ളേര് പഠിക്കുന്നു, അവര് സ്ഥാനത്താക്കണം. നമ്മുടെ ഭാവി ഇന്ന സ്ഥലത്താകണം. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബാന്തരീക്ഷം ഒരു സ്ഥലത്താക്കണം. നമുക്കൊരു ഭവനം വേണം. നമുക്ക് ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ട്. ഇതിന് നോക്കുമ്പോ ദൈവം നോക്കുന്നത് ശരി, അവന്റെ ലക്ഷ്യമൊക്കെ ശരി തന്നെയാണ്. സമ്മതിച്ചു. അതിനുള്ള വഴി എന്താ എന്ന് ചിന്തിക്കുമ്പോ അത് സത്യസന്ധമായിട്ടുള്ള വഴിയുള്ളത് എത്ര പേരുണ്ടോ അത്രമാത്രം ആ സഭ മാനിക്കപ്പെടും. ഇല്ല എങ്കിൽ അത് ദൈവത്തിന് മുമ്പാകെ ആ സഭയും ആ ഭവനവും അവരും ശ്രേഷ്ഠമായിരിക്കില്ല. അതുകൊണ്ടൊന്നും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അനവധി കാര്യങ്ങളുണ്ട്. അത് സാധിക്കട്ടെ സാധിക്കാതിരിക്കട്ടെ, നമുക്ക് ദൈവത്തിന് മുമ്പാകെ വഴി ദൈവത്തിൻ്റെതാക്കി തീർക്കാൻ ഹൃദയം കൊണ്ട് ഒരിക്കലും ഹൃദയത്തെ നോക്കുന്ന ദൈവം ദുഷ്ടതയുടെ വഴി നമ്മിൽ ഇല്ലാതെ വണ്ണം എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെങ്കിലും മരണത്തിൽ നിന്നുള്ള വിടുതലിന് വിടുതലിന് വേണം. ഒരിക്കലും ഒരു വിശ്വാസി തന്റെ ഒരു തീരാത്ത ഒരു വിട്ടുമാറാത്ത ഒരു രോഗം, ആ രോഗത്തിന് ആ കാക്കയുടെ അറുത്ത ചോര കൊണ്ട് വേറെ പച്ചമരുന്നെല്ലാം കൂട്ടിയിട്ട് ഒരു മരുന്നുണ്ടാക്കും. അത് വായിൽ വെച്ച് കഴിഞ്ഞാൽ, അത് നാക്കത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഒരു വികൃതമായ രോഗമായിരുന്നു. ആ രോഗം മാറണമെങ്കിൽ ഇതങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ കാര്യം ശരിയാ, വേറെ മരുന്ന് കാണുന്നുമില്ല. പക്ഷെ നമുക്കത് പ്രമാണമല്ലോ. നമ്മളെ സംബന്ധിച്ച് ഇത്ര വലിയ മാരകമായ ഒരു രോഗത്തിൽ നമ്മൾ ചെന്ന് പെട്ടു. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് പോകണമെങ്കിൽ ഇത് കൂടാതെ പറ്റില്ല. അപ്പൊ അത് ചെയ്യണോ? പകരം പറയുന്നത് ദൈവം നോക്കുന്നത് ഏതാണ്? രോഗമുണ്ട്, രോഗം സൗഖ്യമാകണം. ആ ലക്ഷ്യം ദൈവം എതിര് നിൽക്കുന്നില്ല. പക്ഷെ അതിനവൻ എടുക്കുന്ന വഴി ഏതാ? അത് ദൈവികമാണെന്നാണ് നോക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിനു വേണ്ടി രോഗം സൗഖ്യമായാലും സൗഖ്യമായില്ലെങ്കിലും ദൈവത്തെ മറന്നിട്ടുള്ളൊരു വഴി എനിക്ക് ആ രോഗം മാറാൻ വേണ്ട. അത്രയും ദൈവത്തിന്റെ ആത്മാവിന് ആ സഭയിൽ സ്വാതന്ത്ര്യം വരും, ആ ഭവനത്തിൽ സ്വാതന്ത്ര്യം വരിക, ആ വ്യക്തിയിൽ സ്വാതന്ത്ര്യം വരിക. ഒരു പക്ഷേ രോഗം സൗഖ്യമായിരുന്നിരിക്കാം, അതിനാൽ അവൻ മരിച്ചു പോയെന്ന് വരാം, അവമാനിക്കപ്പെട്ടെന്ന് വരാം, അവന്റെ ശരീരം മുഴുവൻ ഒരു വല്ലാത്ത വ്രണങ്ങളാൽ നിറയാനുള്ള അവസരമാണ്. ഇനി അതെല്ലാം വന്നിരിക്കാം. പക്ഷേ ദൈവം നോക്കുമ്പോൾ പ്രസാദിക്കുന്ന ഒരു വഴി അവരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം അവന് പ്രസാദിക്കുന്നതാണ്. അപകടപ്പെടാതെ അവനെ സൂക്ഷിക്കാൻ ദൈവം ബാധ്യസ്ഥനാണ്. ദൈവം ആരുടെ വഴി ഹൃദയത്തിലേക്ക് നോക്കുമ്പോഴും അവന് നേരായ ഒരു വഴിയുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കാൻ ദൈവം ബാധ്യസ്ഥനാണ്. അത് ദൈവം ചെയ്യുന്നവനും. അതുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ എന്തുവാകട്ടെ, പ്രശ്നങ്ങൾ എന്തുവാകട്ടെ, അതിനെ നിവർത്തീകരിക്കാൻ, അത് ക്രമീകരിക്കുവാൻ ഞാൻ സ്വീകരിക്കുന്ന വഴി ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. എന്റെ ഹൃദയത്തിൽ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കുമ്പോൾ അടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,